തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കാൻ സമയം കണ്ടെത്തി അത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവവചനം സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, എഴുതിയെടുക്കുന്നവരുണ്ട്. അനേകർ ഞങ്ങളെ വിളിക്കുന്നു, അങ്ങനെ മറുപടി കേൾക്കുന്നതും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. വീണ്ടും ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണ, ധൈര്യം അതിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തയാണ്. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് വീണ്ടും വിനയപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളൊക്കെ നാം ദൈവവചനം ശ്രദ്ധിച്ച് വരികയാണല്ലോ. സ്ഥിരമായി തുടർന്നും അത് അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സഹായം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പായി ആയിരിക്കുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആകാശം ഭൂമിക്ക് മുതൽ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ ആമേൻ ഹാലെ ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങളോട് അകറ്റി നിന്റെ വിശ്വസ്തയും ഞങ്ങളെ താങ്ങി നടത്തുന്ന ദൈവകൃപയ്ക്കായി വിനയപ്പെടുന്നു. കർത്താവേ, മുന്നോട്ട് പിന്നെ ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന വചനം അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരാൻ ദൈവങ്ങളുടെ കരം താങ്ങി അനുഗ്രഹിക്കണം. ഈ മണിക്കൂറുകൾ നിന്റെ വലിയ കൃപ ഇളവിൻ്റെ മേൽ പകരണം. എഴുതപ്പെട്ട ആത്മാവിനെ വ്യാഖ്യാനിക്കാൻ കൃപ തരണം. വചനം കേൾക്കുന്നവർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകും. ആമേൻ. തിരുനാമം മഹത്വപ്പെടണം, ശുശ്രൂഷ വെളിപ്പെടണം. സ്വർഗം സഹായിക്കണം. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവിടെ നാം അറിയുന്നത് പോലെ, അറിഞ്ഞിരിക്കുന്നത് പോലെ, ശ്രവിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ വീണ്ടും അനുഗ്രഹമായി തീരട്ടെ. ഈ ദിവസങ്ങളൊക്കെ നാം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ എഴുതിയ ജീവിതാനുഭവങ്ങളുടെ ഒരു പ്രകടനമായൊരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലം നമ്മുടെ അതിൻ്റെ ഒടുവിലേക്ക് വരികയാണ്. പല കാര്യങ്ങളും ചിന്തിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അവസാന അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഇരിക്കുന്നത്. കാരണം സന്തോഷത്തിൻ്റെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. വിവിധങ്ങളായ വിഷയങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. പ്രതികൂലത്തിൻ്റെയും കഷ്ടങ്ങളുടെയൊക്കെ നടുവിൽ കളർന്നു പോകാതെ തീർന്നു പോകാത്ത സന്തോഷം തൻ്റെ ജീവിതത്തിൽ കൂടി വിവരിക്കുന്നതായിരുന്നല്ലോ നാം ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, സന്തോഷം ലഭിക്കാൻ നാം എന്ത് ചെയ്യണം, അത് നിലനിർത്താൻ എന്ത് ചെയ്യണം, അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് സൂക്ഷിക്കണം, ഇതൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ നീ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിന് കടന്നു പിടിക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു 4 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നോടിച്ച് പറയാനാണ് താല്പര്യപ്പെടുന്നത്. അതിന് പ്രാരംഭമായിട്ട് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം അല്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയും. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരാൻ അടുത്തിരിക്കും. അതാ വാക്യം. അപ്പോൾ അതിൻ്റെ ആരംഭം റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? സന്തോഷിച്ച മനുഷ്യനാ. ഞങ്ങൾ കഷ്ടമനുഭവമെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടെങ്കിലും വീണ് കിടക്കുന്നില്ല, ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ അതിജീവിച്ചൊരു ഭക്തനായ മനുഷ്യനാണ് പറഞ്ഞത് സന്തോഷിക്കാൻ. സന്തോഷമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ആരംഭത്തിൽ? അല്ലെങ്കിൽ തന്നെ എപ്പോഴും സന്തോഷിക്കാൻ ഒക്കുമോ? അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ എങ്ങനെ സന്തോഷിക്കും? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ചോദിക്കട്ടെ. അത് ഒരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ അത് മാനുഷികമായി നടക്കത്തില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, കരുണയാണ്. റിഗാർഡ്ലെസ് ഓഫ് ദ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, റിഗാർഡ്ലെസ് ഓഫ് ദ പ്രോബ്ലം, പ്രശ്നം എന്തുമായിക്കോട്ടെ, ഞാൻ സന്തോഷിക്കും. പറ്റുമോ? പറ്റും. ദൈവം പറഞ്ഞ വ്യവസ്ഥകളിൽ നിന്നാൽ ആട്ടെ. ദൈവം നാം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് മനുഷ്യൻ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ അല്ലേ? അവന് ദുഃഖിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു മലയാള കവി പണ്ടൊരിക്കൽ പാടി, എൻ്റെ ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു.
അപ്പൊ സ്വർഗത്തിൽ മുറിയെടുത്താൽ അവിടെ സന്തോഷം ഉണ്ടെന്നാ. അവിടെ വിസ്താരങ്ങളിലേക്ക് കിടക്കുന്നത്. We look unto the word of God. ദൈവവചനത്തിലാണ് നമ്മുടെ ആശ്രയം, പൗലോസ് പറയുന്നു. അപ്പൊ ലോകത്തിന്റെ സന്തോഷം അല്ലേ, ലോക സുഖങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു വലിയ കൂട്ടം ഞാൻ. ചിലർ മദ്യത്തിൽ സന്തോഷിക്കും, ചിലർ ജഡീക സന്തോഷങ്ങളിൽ സന്തോഷത്തിന് വേണ്ടി ഓടും, ചിലർ മൂവീസ്, അങ്ങനെ ആ മേഖലയിലൊക്കെയുള്ളവർ. ഇതെല്ലാം ലോകത്തിലുണ്ട്. ഇതെല്ലാം ഒരു കൂട്ടർ സന്തോഷം. അതിലൊന്നും ഒരു സന്തോഷം ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല, ഉണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? പൗലോസ് പറയുന്ന ആ സന്തോഷമൊന്നും അല്ല ഇത്. പൗലോസ് പറയുന്ന സന്തോഷം കർത്താവിൽ, rejoice in the Lord. കർത്താവിൽ സന്തോഷിക്കും, കർത്താവിൽ സന്തോഷിക്കും. അതെന്തോ സന്തോഷമാണ്. ഓടിച്ച് ചില വാക്യങ്ങൾ ഞാൻ ഓടിച്ച് പറയാം. 35 സങ്കീർത്തനം 9 വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തണേ: എൻ്റെ ഉള്ള യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. എന്താ അതിൻ്റെ അർത്ഥം? രക്ഷയിൽ ഒരു സന്തോഷമുണ്ട്. രക്ഷ എന്താണെന്നറിയാമല്ലോ, ശിക്ഷ എന്നുള്ള വിടുതല. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പാപത്തിന് ജയം നൽകി, പാപം ക്ഷമിച്ച് കർത്താവ് നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്തു, അല്ലേ? അന്ന് ദൈവാത്മാവ് ഉള്ളത്തിൽ തന്ന ഒരു സന്തോഷമാണ്. ദൈവത്തെ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാവർക്കും, പരമാർത്ഥമായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ സന്തോഷമുണ്ട്. അത് എൻ്റെ അനുഭവമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്രയും സന്തോഷത്തോടെ പറയുന്നു. അപ്പൊ ഈ സന്തോഷത്തെ എന്താ പറയുന്നത്? രക്ഷയുടെ ജോയ് ഓഫ് സാൽവേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. രക്ഷയുടെ സന്തോഷം. അപ്പൊ വിശുദ്ധ പൗലോസ് കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ സന്തോഷം, ഈ സന്തോഷം രക്ഷയിലുള്ള സന്തോഷം കേട്ടോ. രക്ഷപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിൽ ഒരു കാരാഗൃഹ പ്രമാണി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പശ്ചാത്തലം നിങ്ങൾക്കറിയാം, നല്ലവർ കേൾക്കുന്നവർക്ക്, വേദപരിചയമുള്ളവരാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. 16:31 വരുമ്പോഴത്തെ യേശു കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് എന്ന് സംഭവിച്ചെന്നറിയാമോ? അവർ വീടടങ്ങും ആനന്ദിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16:34 രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീടടങ്ങും ആനന്ദിക്കുന്ന അനുഭവം. വീടിൻ്റെ ഉടയവൻ രക്ഷയിലേക്ക് വന്നപ്പോൾ അതാ കുടുംബത്തെ കൂടെ ബാധിച്ചു. അവിടെയും ഒരു സ്പിരിച്വൽ മിസ്റ്ററി ഉണ്ട്. അതാ ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. 4 സങ്കീർത്തനത്തിന് 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നൽകി. ഇതൊന്നും വിസ്തരിക്കാൻ കഴിയാത്ത, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം. ഇതെല്ലാവർക്കും അറിയത്തില്ല. വെളിയിലെ പ്രസംഗ സ്റ്റേജുകളിലാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയും, അതിന് സമയം അനുവദിക്കുന്നില്ല. എന്നാൽ അനുഭവിക്കുന്നവർക്കറിയാം. കർത്താവ് പറഞ്ഞു, കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല, അതുപോലെ വീണ്ടും ജനിച്ചവനൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ അറിയാം, കാണാനില്ല, തൊട്ടു നോക്കാനില്ല. ബട്ട് യു ക്യാൻ എക്സ്പീരിയൻസ് ദ ജോയ്. അനുഭവിക്കുന്നുണ്ടോ? ദൈവിക സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഒരു ദിവസത്തേക്കല്ല, ഒരു മണിക്കൂറിലേക്കല്ല. 16 സങ്കീർത്തന അവസാന വാക്യം വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദം, ജോയി അവർന്നോർ എന്നും. അതാണ് കർത്താവിൽ സന്തോഷം. അവൻ ബലം, ഭാരതിയിൽ പാർക്കുന്ന അവൻ എൻ്റെ സന്തോഷം, അല്ലേ? അവൻ എൻ്റെ സങ്കേതം. ആടോ, അനുഭവം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? സ്നേഹത്തോടെ റിജോയ്സ് ഓൾവേസ്, റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കാൻ ഇടയാകട്ടെ. സ്തോത്രം. ലോകപ്രകാരമുള്ള സന്തോഷങ്ങളെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞില്ല. എന്തോ അതിന്റെ വ്യത്യാസം? ടെമ്പറൽ, താൽക്കാലികമാണ്. എന്ന് മാത്രമല്ല അതിന്റെ അന്ത്യം ദുഃഖത്തിലേക്കൊക്കെ നീങ്ങും. അത് പലർക്കും അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യാദിക്ക് നൽകപ്പെട്ട മഹാരക്ഷയുടെ പശ്ചാത്തലത്തിൽ ദൈവം ഒരുക്കിയ മഹാരക്ഷ ഉൾക്കൊള്ളുന്ന ഏവർക്കും ഹല്ലേലൂയ ഈ സന്തോഷം അനുഭവിക്കും. ആ സന്തോഷത്തിന്റെ ഉടമകളായിരിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആ സന്തോഷമുണ്ടോ? സ്നേഹത്തോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവ സന്തോഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നിത്യമാണ്, താൽക്കാലികമല്ല, ഒരു ദിവസത്തേക്കൊന്നുമല്ല. അവിടെ ദൈവത്തോട് പറ്റി നിന്നാൽ അന്ത്യം വരെ, നിത്യത വരെ. നിത്യത പിന്നെ നിത്യാനന്ദമാണല്ലോ അവിടെ.
അതുകൊണ്ട് അത് ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിത്യമാണ്, നിലനിൽക്കുന്നതാണ്, മറ്റാർക്കും എടുത്തു കളയാൻ കഴിയാത്തതാണ്. പക്ഷെ ഒരു കാര്യം കൂടെ, ഒരു കാരണവശാലും അപ്പൊ ഈ സന്തോഷം പോകത്തില്ലേ? പോവും. പാപം ജീവിതത്തിൽ കടന്നു വന്നാൽ സന്തോഷം പോകും. രക്ഷയുടെ സന്തോഷം ഒന്നും നിൽക്കത്തില്ല. ഡിവൈൻ ജോയ്, ഡിവൈൻ ജോയ്. ഓമോ 51 സങ്കീർത്തനം നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ദൈവസന്നിധി നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയും എന്തുവാ? ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുതേ, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണേ. എന്ത് പറ്റി? നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെടാൻ കാരണം എന്നാ? പാപമാണ്. അതിന്റെ പശ്ചാത്തലത്തോട്ട് കിടക്കുന്നില്ല. മറ്റു വാക്കി പറയാ, പാപം ജീവിതത്തിൽ വന്നാൽ സന്തോഷം കാണത്തില്ല. സന്തോഷമില്ലേ പിന്നെ എങ്ങനെ ക്രിസ്തീയ ജീവിതം? ക്രിസ്തീയ ജീവിതം കഷായം കുടിക്കുന്ന പോലാന്നോ? അല്ല, അതിനകത്തൊരു ജോയി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്, അല്ലേ? രക്ഷ നഷ്ടപ്പെടുമോ? എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, അതൊക്കെ വേദചിന്തകന്മാരുടെ ഡിബേറ്റ്, ചർച്ച നടക്കുന്ന വിഷയം. അങ്ങോട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ഒന്നറിയാം, പാപം ജീവിതത്തിൽ വന്നാൽ സന്തോഷം. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഭക്തജനം എന്താ പിന്നെ ഓടിയെത്തുന്നത്? ദൈവസന്നിധിയിലെ സന്തോഷം. ഓടിയെത്ത് ഒന്നിച്ചുകൂടി കൂട്ടായ്മ ആചരിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയും സന്തോഷവും എത്ര വലുതാ! പാടാൻ ആഗ്രഹമുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. സന്തോഷമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒന്ന് പരിശോധിക്കണം. ഒന്ന്, ഈ സന്തോഷത്തിന്റെ ഉടമയാണോ? അതോ ഇതുവരെ ആയിട്ടില്ലയോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ആ സന്തോഷം വേണം, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ, അതിന് തടസ്സമായിട്ടുള്ള എൻ്റെ പാവങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെയും അവിടുന്ന് ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. യേശു ദൈവപുത്രനാണ്, കർത്താവ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മരക്കുരിശിൽ പാപയാഗമായി തീർന്നു. എന്നേക്കുമുള്ള രക്ഷാപദ്ധതി ഒരുക്കി ഞാനും അവിടെ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം നിന്നെ കൈക്കൊള്ളും. ഇന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ ഒരിക്കലും ഈ സന്തോഷം അനുഭവിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ടോ? പിന്മാറ്റത്തിലായവരുണ്ടോ? പേടിക്കണ്ട. നിന്നെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല. മടങ്ങി വന്നാൽ നിന്നെ ചേർക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഈ പത്രോസ് കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം പ്രാഗി അലച്ച്, എനിക്ക് അവനെ അറിയത്തുപോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്നെ അവൻ വിട്ടേച്ച് പ്രാഗി വെച്ച് പോയല്ലോ എന്ന് പറഞ്ഞ് പത്രോസിനെ വിട്ടു കളഞ്ഞില്ല. പത്രോസിനെ അന്വേഷിച്ചവൻ തിബരിയോസ് കടക്കരയിൽ ചെന്നു ഇല്ലേ? 3 ചോദ്യം ചോദിച്ച് കരയ്ക്ക് വെച്ച്, സൈമൺ ദ സൺ ഓഫ് ജോൺ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ വല്ലധികം എന്നെ സ്നേഹിക്കണോ? 1, 2, 3 അല്ലേ? അറിയാമല്ലോ. തള്ളിപ്പറഞ്ഞവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിന്റെ മാധുര്യം വെളിപ്പെടുന്ന മനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ചിലരെയൊക്കെ സന്ദർശിക്കട്ടെ. പിന്മാറിപ്പോയ ചിലരെ ശ്രദ്ധിക്കുന്നല്ലോ. മടങ്ങി വരാൻ ദൈവം എന്നോടും ആലോചന പറയുന്നു. നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. ഈ അപ്പൻ്റെ ഇളയ മകൻ, മുടിയനായ പുത്രൻ നമ്മൾ പറയുന്ന മകൻ മടങ്ങി വന്ന ചരിത്രം നമുക്കറിയാമല്ലോ. എല്ലാം നഷ്ടപ്പെടുത്തി കൊണ്ടുപോയി നശിപ്പിച്ചെന്ന് പറഞ്ഞ് അവനെ തട്ടി എറിഞ്ഞോ കളഞ്ഞോ? ഇല്ല. ഭയങ്കര വരവേൽപ്പല്ലേ. മടങ്ങി വരുന്നവനെ ആദരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദൈവമേ, കൃപയുടെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാന്തരീക്ഷ മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കൊണ്ട് ജീവിതത്തിന്റെ ഇപ്പം മുമ്പേ പാപം പറഞ്ഞ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ സന്തോഷം പോകുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട് കേട്ടോ. ഒരു ദൈവവേദനെ സംബന്ധിച്ച് അത് പാടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹബക്കൂക്കിന്റെ പ്രവചനം 3-ന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 3:17, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഇല്ലാതെ പോകും, നിലത്തിന്റെ ഫലം ഇല്ലാതെ പോകും, ഒത്തിരി കാര്യങ്ങൾ.
അവസാനം വരുമ്പോൾ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. ഇതാണ് ദൈവവചനം. ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം. വാട്ട് ഓൾ ഹാപ്പൻസ്, ഹല്ലേലൂയ, എൻ്റെ സന്തോഷം നഷ്ടപ്പെടത്തില്ല. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന സന്തോഷം ഒന്നിനും എടുത്തു കളയാൻ കഴിയാത്തതാണെന്നാണ്. താൽക്കാലികമായ പ്രയാസങ്ങളും വേദനകളും ഉള്ള ജീവിതങ്ങളാണ് പലരും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഒന്ന് പരിശോധിക്കണം. കർത്താവെ, എവിടെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ ഒന്ന് ബലപ്പെടുത്തണം, എനിക്ക് കൃപ വേണം, ശക്തി വേണം, ബുദ്ധി വേണം, ജ്ഞാനം വേണം, ആമേൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് രക്ഷയുടെ സന്തോഷം. സന്തോഷിപ്പീൻ. എവിടെയാണ് രക്ഷയുടെ സന്തോഷം? ദൈവിക സന്തോഷം. 2 ഡിവൈൻ പീസ്. രണ്ടാമത്തേത് സമാധാനം, ദിവ്യമായ സമാധാനം. കേട്ടോ, അത് തന്നെ വിശുദ്ധ പൗലോസ് ഇവിടെ രണ്ടാമത് രേഖപ്പെടുത്തിയ സമാധാനത്തിന് എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിന് 7-ാം വാക്യം. അവിടെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്ന കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് സ്ഥലത്തിനും പ്രാർത്ഥനയാലും അപേക്ഷിക്കാനും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടതെന്ന് പറയുന്ന. അപ്പോൾ ഏറ്റവും മനുഷ്യജാതിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് സമാധാനം. പക്ഷേ ഇന്ന് ഏറ്റവും നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ദേശത്തും രാജ്യത്തും രാഷ്ട്രങ്ങളിലും രാഷ്ട്ര നേതാക്കന്മാർ വരെ വ്യാപിക്കുന്ന മഹാവ്യാധിയാണ് സമാധാനമില്ലായ്മ, അല്ലേ? സമാധാനം വേണ്ടി സമാധാന സമ്മേളനങ്ങൾ കൂടുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു, രാജ്യ നേതാക്കന്മാരൊന്നിച്ച് കൂടുന്നു. പക്ഷേ സമാധാനം ഒരു മരീചികയായി അവസാനിക്കുന്നില്ല. ഇവിടെയാണ് സമാധാനത്തിന്റെ പ്രത്യേകത. കേട്ടോ, ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെയാണ് ദൈവം നൽകുന്ന സമാധാനത്തിന്റെ പ്രത്യേകത. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു ദൈവവേദന സമാധാനം. അത് ആരംഭത്തിൽ ഞാൻ പറഞ്ഞ പോലെ രക്ഷയുടെ ആകുമ്പോൾ തന്നെ അവന് കൊടുക്കുന്ന ഈ സമാധാനം. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ സമാധാനം അവിടെ നിന്ന് ആരംഭിക്കുക. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് മിടുക്കികളായി മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ദൈവം 165-ാം സങ്കീർത്തനത്തിൽ 119-ാം സങ്കീർത്തനം 165-ാം വാക്യത്തിൽ തന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ള ഏവർക്കും സമാധാനം, മഹാസമാധാനം, ഒരു വലിയ സമാധാനം. സാധാരണ സമാധാനമല്ല, വേദവചനത്തിന്റെ ആഴങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സമാധാനം. ഈ സമാധാനം ഉൾക്കൊള്ളണമെങ്കിൽ വേദപുസ്തകം തുറക്കണം, വായിക്കണം. ചുമ്മാതെ പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് വായിച്ച് അവസാനിക്കുന്ന ഒരു പതിവായി ചടങ്ങായി ഫോർമാലിറ്റി ആയി തീർന്നാൽ ഗുണമില്ല. അതിന് ഇച്ചിരിയുടെ ലളിതമായി പറഞ്ഞാൽ 1-ാം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹു ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്, മെഡിറ്റേറ്റിംഗ് അപ്പോൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. എന്തുവാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് അതിനകത്തൊരു രസം, സന്തോഷം കണ്ടെത്തണം ദൈവവചനത്തിൽ. അവിടെ ദൈവപ്രകാരം താങ്ങും. കേട്ടോ, അവനാണ് സമാധാനം, വലിയ സമാധാനം. വചനത്തിൽ സമാധാനമുണ്ട്. പക്ഷെ പല കുടുംബങ്ങളും ഇത് മനസ്സിലാക്കാതെ വേദപുസ്തകം ഷോക്കേസിലെ കാഴ്ചവസ്തുവായി അവസാനിക്കുന്ന അന്തരീക്ഷങ്ങൾ ദുഃഖകരമല്ലേ? സമാധാനമില്ലാതെ നശിക്കുന്ന ലോകത്തെ പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ മാർഗം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം പറയുന്നത് അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, കുഞ്ഞുങ്ങളൊക്കെയുള്ള വിഷയങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, ദാരിദ്ര്യത്തിലൊക്കെ സമാധാനം നഷ്ടപ്പെട്ട ഒരു പടി കൂടെ പറഞ്ഞാൽ ആത്മഹത്യയെ ശരണം പ്രാപിക്കുന്നവർ വരെ ഇല്ലേ? ആര് സഹായിക്കും? ദൈവത്തിന് സന്നിധിയിൽ ഓർമ്മിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വരുമ്പം ദൈവവചനമാണ്. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് ഭയത്തിലായി ജീവിതം നശിപ്പിക്കാനൊക്കെ ഓർക്കുന്നവരോട് ഒരു ആലോചന പറയാം. നീ വേദപുസ്തകം തുറക്കണം. 56-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ എന്തുവാന്ന് പറയാമോ? അവിടെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, നിന്റെ വചനത്തിൽ ഞാൻ പുകഴും. ഭയം വരുമ്പോൾ, ആകുലത വരുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുന്നു. ഓപ്പൺ യുവർ ബൈബിൾ, റീഡ് ഇറ്റ്, മെഡിറ്റേറ്റ് അപ്പോൺ ഇറ്റ്. ധ്യാനിക്കുക, വായിക്കുക, പഠിക്കുക. ദൈവം അതിൽ കൂടെ സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തിൽ ശക്തിയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൃപയുടെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ മഹാസമാധാനം അനുഭവിപ്പാൻ കർത്താവെ കരുണ ചെയ്യണമേ, കൃപ ചെയ്യണമേ എന്തുവാ അതിനുള്ള പ്രതിവിധി? ചിൽഡ്രൻ ഓഫ് ഗോഡ്, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് മുമ്പാകെ മുട്ടുമടക്കി കർത്താവിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങളുടെ സത്യങ്ങൾ മനസ്സിലാക്കി ആമേൻ ഉള്ളത്തിൽ ഹല്ലേലൂയ ദൈവവചനത്താൽ നിറയപ്പെട്ടവരായിരിക്കാൻ. ദൈവവചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. കേട്ടോ,
അദ്ദേഹത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളത്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെ ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചിരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ ജീവൻ വ്യാപിക്കും, ജീവൻ. അതിനുവേണ്ടി അതിനുള്ള മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4:6-7 നമ്മൾ വായിച്ചതല്ലേ, അതാണ് പ്രധാന നമ്മുടെ വിഷയം. അപ്പം അവിടെ വരുമ്പോൾ ഒരു പടിയൂടെ കടന്നാണ് ഈ സമാധാനത്തെക്കുറിച്ച് പറയുന്നത്. എന്തുവാണെന്നറിയാമോ? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, പ്രാർത്ഥനയാലോ അപേക്ഷയാലോ ഒക്കെ പറഞ്ഞു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നു. ഇതെന്തുവാ? ഇതിന്റെ പ്രത്യേകത എന്നാ? ഇറ്റ്സ് ബിയോണ്ട് എവരി സയന്റിഫിക് കാൽക്കുലേഷൻ. മാനുഷികമായ എല്ലാ കണക്കൂട്ടുകൾക്കും അപ്പുറമായ ഒരു സമാധാനം ദൈവം തരുമെന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം മനുഷ്യ കണക്കൂട്ടുകളിൽ ചിന്തിച്ച ഈ പ്രശ്നത്തിന് പരിഹാരമില്ല, ഇല്ലേ? ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷെ ആരാ സമാധാനം കൊടുക്കുന്നത്? മനുഷ്യന്റെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമാധാനം ദൈവം തരും. ചെറുപ്രായത്തിൽ വിധവകളായ സഹോദരിമാരുണ്ടല്ലേ, 1-2 കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടേച്ച് 28-30 വയസ്സുള്ളപ്പോൾ കടന്നുപോയ ഭർത്താക്കന്മാരുള്ളത്, എങ്ങനെ അവർ ജീവിക്കും? ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചിലതൊക്കെ എപ്പിസോഡുകളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്, സമയമില്ല. പക്ഷെ അവരെ നടത്തുന്ന ആരാ? ദൈവം ആരായി സമാധാനം കൊടുത്തവരെ? മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായ സമാധാനം കൊടുക്കുന്നത് ദൈവമാണ്. സ്തോത്രം. ആ സമാധാനത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സമാധാനം അനുഭവിക്കാൻ ഡിവൈൻ പീസ്, ദിവ്യമായ സമാധാനം. 3 ഡിവൈൻ സ്ട്രെങ്ത്, ദൈവികമായ ശക്തി. 4:13 അത് മുമ്പേ ഓർമ്മിപ്പിച്ചത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവം, അല്ലേ? ആ വലിയവനായ ദൈവം ശക്തനാണ്. എന്ന് മാത്രമല്ല അവൻ സർവശക്തനാണ് കേട്ടോ. ദൈവം ഒരിക്കൽ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് വെച്ചാൽ the Almighty God means if you walk upright, നീ നേരോടെ നടന്നാൽ I can do everything for you. നീ നേരോടെ നടന്നാൽ, ശരിയായിട്ട് ജീവിച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന്. ആ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വലിയ ബലം തരുന്ന ആ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. അവന് യെശയ്യാപ്രവചനം നമ്മൾ 40-ാം അധ്യായത്തിലേക്ക് വരും. ബലമില്ലാത്തവന് ബലം നൽകുന്നു, ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്നു, ബാല്യക്കാർ ക്ഷീണിച്ചു പോയി, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇങ്ങനെ ശക്തി തരുന്ന ഒത്തിരി വചനങ്ങൾ ദൈവത്തിന്റെ സന്നിധി നമുക്ക് ശക്തി തരാനായിട്ടുണ്ട്, ബലപ്പെടുത്താൻ ശക്തനാക്കുന്ന ഒരു ദൈവം കേട്ടോ. ഡിവൈൻ പവർ, ദൈവ്യമായി ശക്തി തരുന്നത് ഓരോ ദിവസത്തേക്കും നമ്മളെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിന് നമുക്ക് സ്തോത്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പൗലോസിന്റെ ജീവിതത്തോളം ബന്ധത്തിൽ പൗലോസ് തന്നെ പറഞ്ഞു, എന്തുവാ, തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നം വന്നു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടിയാണ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പൊ എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അവിടെ 2 കൊരിന്ത്യർ 12:9 വരുമ്പോൾ എൻ്റെ കൃപ, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണെന്ന്. ദാറ്റ് മേക്സ് പെർഫെക്റ്റ് ഇൻ ദ വീക്ക്നെസ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി. നമ്മുടെ ബലഹീന ശക്തി തരുന്ന ഈ വലിയ കൃപ, ദൈവകൃപയുടെ ഈ ശക്തി നമ്മെ ശക്തീകരിക്കാൻ ഡിവൈൻ പവർ തരുന്ന ഒരു ദൈവമാണ്. എന്ന് വെച്ചാൽ അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, ദൈവം തരുന്ന ശക്തി ദൈവകൃപയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങൾ, ഓരോ ഭാരങ്ങൾ, ഓരോ വേദനകളിലും ഈ വലിയവനായ ദൈവത്തിന്റെ ശക്തി ജീവിതത്തെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടാം. 4ാമത് വരുമ്പോൾ ഡിവൈൻ പ്രൊവിഷൻ. 4 കാര്യം ഞാൻ പറഞ്ഞാൽ: ഡിവൈൻ ഹാപ്പിനെസ്, ഡിവൈൻ ജോയ്, ഡിവൈൻ പീസ്, ഡിവൈൻ സ്ട്രെങ്ത് ആൻഡ് ഡിവൈൻ പ്രൊവിഷൻ. അല്ലെങ്കിൽ കരുതുന്നതായ ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തരും. കരുതുന്ന ദൈവം എന്തുവാ? ആമേൻ. ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലെ ഇട്ടുകൊള്ളു. 1 പത്രോസ് 5:7. അവിടെ ആരംഭിക്കുന്നു, അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന മഹത്വകരമായ വാക്യം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 19 ഫിലിപ്പിയർ 4:19 പൂർണ്ണമായി തീർത്തു വരും ദൈവത്തിന്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കരുതൽ ചെറുതല്ല. തൻ്റെ മഹത്വത്തോടെ, തൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഇച്ചിരി കൊടുക്കും. ദൈവം കൊടുക്കുന്നത് ധാരാളമായി കൊടുക്കും. പോർഷൻ അല്ല ദൈവം കൊടുക്കുന്ന, പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ കൊടുക്കുന്ന പോലല്ല, ദൈവം കൊടുത്താൽ അത് ശരിയാകും. ദൈവത്തിന് സ്തോത്രം. ഉന്നതമായ ദൈവ കരുതലിനായി നമുക്ക് സ്തോത്രം. എല്ലാ ബുദ്ധിമുട്ടും പൂർണ്ണമായി മാറ്റിത്തരുന്ന ആ വലിയവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ ദൈവം അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. അവൻ തന്നാൽ തന്നതാ, പിന്നെ നീ ഭാരപ്പെടണ്ട. നിനക്ക് പിന്നെ മുന്നോട്ട് സമൃദ്ധിയാ. അതുകൊണ്ട് ദൈവം തരുന്ന മേഖലകളിലേക്ക് ഒന്ന് വിനയപ്പെടാൻ ഇടയാകട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കഷ്ടങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, കഴിഞ്ഞ നാൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ കരഞ്ഞ നാളുകളുണ്ട്. പക്ഷെ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് തലമുറയോടെ ഒരു കരുണ കാണിച്ചു. എനിക്ക് ഒത്തിരി കാര്യം അവിടെ പറയാനുണ്ട് കേട്ടോ. 112 സങ്കീർത്തനം, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ വാക്യങ്ങൾ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കഴിഞ്ഞ നാളിൽ കണ്ണുനീരോടെ കരഞ്ഞ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ വലിയവനായ ദൈവം തലമുറയോട് കരുണ കാണിച്ചു, നന്മ നൽകി, വിശാലത വരുത്തി. ബുദ്ധിമുട്ട് തീർത്തെന്ന് മാത്രമല്ല, സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയണ്ടേ. ഡിവൈൻ പ്രൊവിഷൻ, ദൈവികമായി മനുഷ്യൻ തന്ന എന്നോ തരും, ദൈവം തരണം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ സ്നേഹത്തോടെ പറയട്ടെ, മനുഷ്യൻ തരുന്നത് ശ്രദ്ധിക്കണ്ട. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാ. ദൈവത്തെങ്കിലേക്ക് നോക്കാം. ദൈവത്തിനെ മുഖം ഉയർത്താവനെ മാനിച്ചവനെ ധ്യാനിച്ചവനെ സേവിച്ച് ആയുസ്സിൻ്റെ നാളുകൾ ധന്യമായി ദൈവപ്രസാദമുള്ള ജീവിതമായി തീരുന്നെങ്കിൽ ദൈവം നിന്റെ ബുദ്ധിമുട്ട് തീർക്കുമെന്നല്ല, അവൻ നിന്നെ മാനിച്ച് അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഡിവൈൻ ബ്ലെസ്സിങ് ഈ മണിക്കൂറുകളിൽ ജീവിതങ്ങളെ പ്രാപിപ്പാൻ ഇവിടെയാക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ, തലകളെ ഉണക്കാം. ഏതെങ്കിലും ഭാരങ്ങളിലായിരിക്കുന്നു, ഒന്നും അനുഭവിക്കാൻ കഴിയാതെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഒന്നും പ്രാപിക്കാതെ, ഇന്നും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കഴിയുന്നവരായിരിക്കുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവേ, എനിക്ക് വേണം. വിനയപ്പെടാൻ മനസ്സുണ്ടേ, ദൈവം നിങ്ങളെ സഹായിക്കും. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോലെ ചെയ്തു തരുന്ന, ആവശ്യങ്ങളിൽ സഹായിക്കുന്ന, ഭാരങ്ങളിൽ താങ്ങുന്ന ദൈവം, നിത്യദൈവമേ, സ്വർഗ്ഗപിതാവേ, വീണ്ടും ഞങ്ങൾ നിനക്ക് സ്തോത്രം. നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആമേൻ. ഈ മണിക്കൂറിൽ കർത്താവേടിയൻ വിനയപ്പെട്ട് നന്ദി പറയുന്നു. ഇതുവരെ നടത്തിയ നിന്റെ മഹത്വകരമായ അനുഭവങ്ങളിൽ, അനുഗ്രഹങ്ങളിൽ നടത്തുന്നല്ലോ. ദിവ്യമായ സന്തോഷം എല്ലാവർക്കും ലഭിപ്പാൻ പിന്നെയും കൃപ പകരണം. ദിവ്യമായ സമാധാനം ലഭിക്കട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളോട് ദൈവം കരുണ കാണിക്കണം. ദൈവശക്തിയിൽ അവരെ കാക്കണം. ആവശ്യങ്ങളിൽ സഹായിക്കണം. തിരുകൃപ കൂടെ ഇരിക്കണം. ജീവിതത്തിൽ നിന്നും അന്യപ്പെട്ട് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയവരെയും ദൈവം മടക്കി വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സുകൃപ കൂടെ ഇരിക്കണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.